Good morning, all. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കീമോതെറാപ്പി ഫോർ മൈക്രോബിയൽ ഡിസീസസ്. നമ്മൾ ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് പഠിച്ചു, ക്യാൻസർ കീമോതെറാപ്പി പഠിച്ചു, ട്യൂബർക്ലോസിസ് മാഡം എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ കുറച്ച് മൈക്രോബിയൽ ഡിസീസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെപ്രസി, അല്ലെങ്കിൽ നമ്മുടെ ആന്തൽമെൻറ്റിക്സ്, നമ്മൾ ഈ അമീബിസൈഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡ്രഗ്സ് ഉണ്ട്. ആൻറ്റി അമീബിക് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡ്രഗ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെപ്രസിയെ കുറിച്ച് പഠിക്കാം. ലെപ്രസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസീസ് കണ്ടീഷൻ ദറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി മൈക്കോബാക്ടീരിയം ലെപ്രേ. മൈക്കോബാക്ടീരിയം സ്പീഷീസിലുള്ള മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന ഓർഗാനിസമാണ് ഈ ലെപ്രസി ഉണ്ടാക്കുന്നത്. ഈ മൈക്കോബാക്ടീരിയത്തിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമ്മൾ ഇത്തരം ഈ ഈ ലെപ്രസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. നമുക്ക് ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്നും അല്ലെങ്കിൽ ലെപ്രോമാറ്റസ് ലെപ്രസി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് രണ്ടായി തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയാം. നമുക്ക് കൂടുതലായിട്ട് ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരിക്കലും ഒരു എക്സ്റ്റേണൽ കൾച്ചറൽ മീഡിയയിൽ നമുക്കിത് ഗ്രോ ചെയ്യില്ല. ഈ ഓർഗാനിസം, അതായത് മൈക്രോബാക്ടീരിയം ലെപ്ര എന്ന് പറഞ്ഞ ഓർഗാനിസം കൾച്ചറൽ മീഡിയയിൽ നമുക്ക് ഗ്രോ ചെയ്യിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഓർഗാനിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു ആൻറ്റിബയോട്ടിക് ടെസ്റ്റിങ് അല്ലെങ്കിൽ അതിൻ്റെ സസെപ്റ്റബിലിറ്റി എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചൊന്ന് ഓർത്തേക്കണം. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ട്യൂബർക്കുലോയിഡ് ലെപ്രസി, ലെപ്രോമാറ്റസ് ലെപ്രസി എന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതൊരിക്കലും എക്സ്റ്റേണൽ കൾച്ചറൽ മീഡിയയിൽ ഗ്രോ ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്തും സസെപ്റ്റബിലിറ്റി ഓഫ് ദി ഡ്രഗും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്നറിയോ? അതായത് ഈ ഓർഗാനിസത്തെ നമ്മൾ ഒരു ആനിമൽസിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും. സോ ആ ആനിമൽസിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ആനിമൽസിൽ നടക്കും. അങ്ങനെ അതിനെതിരായിട്ട് നമ്മളൊരു ആൻറ്റിബയോട്ടിക് കൊടുക്കും. അങ്ങനെ അതിന് സസെപ്റ്റബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെയാണ് ഇത് പൊതുവേ ഇത് ചെക്ക് ചെയ്യുന്നത്. ഏത് ആൻറ്റിബയോട്ടിക്കാണ് ഇതിന് കൂടുതൽ സസെപ്റ്റബിലിറ്റി എന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ഓർത്തേക്കണം. So, leprosy is a chronic infectious disease that is caused due to Mycobacterium leprae. എന്തൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്? Lesions of the skin and peripheral nerves are characteristic features of these diseases. What are the drugs that are used as an anti-leprotic drugs? നമുക്ക് ഒരു 4 ക്ലാസ് ആയിട്ട് തരംതിരിക്കാം. ഇതിൽ കുറേ ക്ലാസ്സിൽ അല്ലെങ്കിൽ കുറച്ച് ആൻറ്റിബയോട്ടിക്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് ഇതാണ് സൾഫോൺ, ഇറ്റ് ഈസ് നോൺ ആസ് ഡാപ്സോൺ. Then phenazine derivative on clofazimine, then anti-TB drugs on rifampin, thionamide, then other antibiotics വരുന്നതാണ് ofloxacin, moxifloxacin, minocycline and clarithromycin. ഇതിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് മൂന്ന് ഡ്രഗ്സ് നോക്കാം. ഫസ്റ്റ് ഡാപ്സോൺ എന്ന് പറഞ്ഞാൽ DDS എന്ന് പറയും. ഡൈ അമിനോ ഡൈഫിനൈൽ സൾഫോൺ ആണ് ഡാപ്സോൺ. ഡൈ അമിനോ ഡൈഫിനൈൽ സൾഫോൺ is the simplest, oldest and cheapest and most active and most commonly used member of its class ആണ് ഡാപ്സോൺ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡ്രഗ് ആണ് ഡാപ്സോൺ. It is structurally related to the sulfonamides and similarly inhibit the dihydroteroid synthetase in the folate synthesis pathway. അപ്പോൾ ഫോളേറ്റ് സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്താൽ എന്താണ് സംഭവം? ഒരു മൈക്രോ ഓർഗാനിസത്തിലാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ സെല്ലിലാണെങ്കിലും എന്താണ് സംഭവിക്കുക എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലേ? അപ്പോൾ ഫോളേറ്റ് സിന്തസിസ് നടന്നുള്ള സെല്ലുലർ ഗ്രോത്ത് കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്യും. അങ്ങനെ സെല്ലുലർ ഡെത്ത് അല്ലെങ്കിൽ സെൽ ഡെത്ത് സംഭവിക്കും എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. So it is a bacteriostatic for Mycobacterium leprae. Dapsone is also is used in the treatment of pneumonia that is caused by pneumocystic girovasi or immunosuppressed patients, especially in immunosuppressant patients. So pneumonia use ചെയ്യുന്നുണ്ട്. It is well absorbed after the GIT administration through the GIT and is distributed throughout the body with high concentration in the skin. Elimination is mainly through urine.
Adverse drug reactions include hemolysis. This especially happens in the patients with G6PD deficiency. Glucose 6 phosphate dehydrogenase deficiency ഉള്ള പേഷ്യൻസിലാണ് especially ഇത് hemolysis ഉണ്ടാക്കുന്നത്. And also methemoglobinemia and peripheral neuropathy, hypothyroidism and goiteritis also happens. Other side effects include methemoglobinemia, it's already told, then headache, paresthesias, mental symptoms, and drug fever will happens. Next drug ആണ് clofazimine. Clofazimine. It's a phenazine dye. Clofazimine is a phenazine dye, and its mechanism of actions may involve binding to DNA, and also alternative mechanisms has been proposed. Its redox properties may lead to the generation of cytotoxic oxygen radicals that are toxic to the bacteria. Redox properties. ക്ലോഫാസിമിൻ്റെ റിഡോക്സ് പ്രോപ്പർട്ടീസ് ആണ് ബാക്ടീരിയക്ക് ടോക്സിക് ആയി മാറുന്നത്. ഓക്കെ, Clofazimine is a bactericidal to Mycobacterium leprae and has potentially useful active against Mycobacterium tuberculosis and non-tubercular Mycobacterium. Okay, then Clofazimine has, that is NTM, non-tubercular Mycobacterium. Clofazimine has some anti-inflammatory and immune activities. Okay. Then lepra reactions. What is that lepra reactions? It is the acute exacerbations which occurs during the course of leprosy. So lepra reactions are the acute exacerbations that occurs during the course of leprosy. It occurs due to various factors like infections, malaria, or treatment with sulfone. എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ക്ലോഫാസിമിൻ ഓർ ക്ലോറോക്വിൻ, antimalarial drug chloroquine. Okay, next, chemotherapy for protozoal diseases. We know that protozoa and helminthic infections are a major cause of disease in many parts of the world. അതിൽ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമീബിക് ഡിസെൻട്രി എന്ന് പറയും, അല്ലെങ്കിൽ അമീബിക് ആൻഡ് ബാലൻഡീഡിയൽ ഡിസെൻട്രി. എന്താണത്? Anti-amoebics എന്ന് പറഞ്ഞാൽ these are the drugs that is useful in infections that is caused by anaerobic protozoa known as Entamoeba histolytica. Entamoeba histolytica. Okay, the disease can be acute or chronic with varying degree of illness from no symptoms to mild diarrhea to fulminating the dysentery. ഇതെങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? ഈ അമീബിക് ഡിസെൻട്രി ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ഫീസസ് ഡയഗ്നോസ് ചെയ്യും, എസ്കിരീഷ്യ കോളൈൻ്റെ അളവ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അമീബിക് ഡിസെൻട്രി ആണോ എന്ന് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, സോ ഡയഗ്നോസിസ് is established by isolating എസ്കിരീഷ്യ ഹിസ്റ്റോലൈറ്റിക്ക from feces. The parasite can be present in the host as either an encystic or a trophozoite form. Okay, and the diagram ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. Okay, this is the diagram. So here this is the intestinal lumen, here intestinal lumen, and this is the blood stream. So ഇതിന് രണ്ട് ഫോം ഉണ്ട്. ഒന്ന് പറയുന്നത് ട്രോഫോസോയിഡ്സ് ആണ്, രണ്ട് എന്ന് പറയുന്നത് സിസ്റ്റ്. ഓക്കെ, സോ സിസ്റ്റ് മെയിനായിട്ട് നമ്മളെ ഫീസസിലൂടെ പുറത്തോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഈ ട്രോഫോസോയിഡ്സ് എന്ന് പറഞ്ഞ ഫോമിൽ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ട്രോഫോസോയിഡ്സിനാണ്. സോ ട്രോഫോസോയിഡ്സ് എന്നുള്ള ഫോമിലാണ് ബ്ലഡ് സ്ട്രീമിലോട്ട് ആഗിരണം ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഈ ട്രോഫോസോയിഡ്സിന് വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇത് അൾസർ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മളെ ഇൻറ്റെസ്റ്റിനൽ ല്യൂമണിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ അൾസർ ഉണ്ടാക്കും. ദാറ്റ് വിൽ ഫർദർ ലീഡ്സ് ടു ദി ഡിസെൻട്രി. ഇനി അവിടുന്നും ഇതിൻ്റെ അബ്സോർപ്ഷൻ നടന്നിട്ട് ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തും. ഈ ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തിയാൽ വേറെ ഉണ്ടാക്കുന്ന ഒരു കുഴപ്പമാണ് ലിവർ ആപ്സസ് ഉണ്ടാക്കും. ഇതാണ് ട്രോഫോസോയിഡ്സ് ലിവർ ആപ്സസ് ഉണ്ടാക്കും. ഓക്കെ, ഇതൊന്ന് ഓർത്തേക്കണം.
അപ്പോൾ initial injections of this cyst may result either in no symptoms or in a severe amoebic dysentery, which is characterized by the frequent passage of blood stained stools. രക്തമുള്ള സ്റ്റൂൾസ് ആണ് ഇതിൻ്റെ ഒരു ഡയഗ്നോസിങ് ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ഡ്രഗ്സിനെ കുറിച്ച് പറഞ്ഞാൽ ആൻറ്റി അമീബിക് ഡ്രഗ്സിന് നമുക്ക് സിസ്റ്റമിക് അമീബിസൈഡ്സ് അല്ലെങ്കിൽ ടിഷ്യൂ അമീബിസൈഡ്സ് എന്നും ല്യൂമിനൽ അമീബിസൈഡ്സ് എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ടിഷ്യൂ അമീബിസൈഡ്സിൽ തന്നെ again it's divided into subclasses. First one for intestinal and extra-intestinal amoebiasis. അതിൽ തന്നെ subclass ഉണ്ട് nitroimidazoles and alkaloids. Nitroimidazoles എക്സാമ്പിൾ ആണ് metronidazole. വെരി കോമൺലി യൂസ്ഡ് ഡ്രഗ് ആണ് metronidazole, tinidazole, ornidazole, etc. Then alkaloids എക്സാമ്പിൾ ആണ് എമിറ്റിൻ, ഡൈഹൈഡ്രോഎമിറ്റിൻ. Then for extra-intestinal amoebiasis an example is chloroquine that we all already studied. Then luminal amoebicides an example is amides and nitazoxanide. Then antibiotics in tetracycline and paromomycin. Then 8-hydroxyquinones ആണ് iodoquinol. Iodoquinol ഇത് important drug ആണ് ട്ടോ. Iodoquinol, quinidochlor ഇതൊരു ഇമ്പോർട്ടൻ്റ് ഡ്രഗ് ഓർത്തേക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ടെട്രാസൈക്ലിൻസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ക്ലോറോക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ മെട്രോണിഡസോളിനെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. അയഡോക്വിനോൾസിനെ കുറിച്ച് പറയാനുണ്ട്. ഓക്കെ, അതൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് മെട്രോണിഡസോളിനെ കുറിച്ച് പറഞ്ഞാൽ it is a nitroimidazole. It is a mixed amoebicides of a choice for treating amoebic infections. It's also used in the treatment of infections which is caused by Gardia lamblia, Trichomonas vaginalis, then anaerobic cocci, anaerobic gram-negative bacilli. Bacilli example on bacteriocide species, and it is the drug for choice for the treatment of pseudomembranous colitis, which is caused by anaerobic gram-positive bacilli Clostridium difficile. The next mechanism of action കുറിച്ച് പറഞ്ഞാൽ amoebas possess ferrodoxin like which ഒരു കെമിക്കൽ ഒരു കോമ്പൗണ്ട് ആണ്. അത് എന്ന് വെച്ചാൽ അതിനെ ഇലക്ട്രോൺ അതിന് പൊതുവായിട്ട് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ എന്നാണ് ഈ ഫെറോഡോക്സിൻ. സോ ഇത് എല്ലാ അമീബാസിലും ഉണ്ട്. ഫെറോഡോക്സിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് കെമിക്കൽ വിച്ച് ഈസ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. സോ ഈ മെട്രോണിഡസോളിന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, മെട്രോണിഡസോൾ ഈസ് എ നൈട്രോഇമിഡസോൾ ആണ്. സോ അതിൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ആ നൈട്രോ ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. Okay, so the nitro group of the metronidazole is able to serve as an electron acceptor, forming reduced cytotoxic compounds that binds to a proteins and DNA, which result to the death of that organism. Okay. Next, and kinetics ne kurichu paranjal, it is completely and rapidly absorbed after oral administration. It distributes well throughout the body tissues and fluids, and at the therapeutic levels can be found in vaginal and seminal fluids, saliva, breast milk, and CSF. The drug accumulates in patients with severe hepatic diseases, and the patient's or parent drug and its metabolites are excreted through urine. Adverse effects. Common adverse effects are nausea, vomiting, epigastric distress, and abdominal cramps. An unpleasant metallic taste is commonly experienced. Other effects include vertigo, then like neurotoxicity, and yeast-like infections on the mouth, that is known as moniliasis. Yeast infections of the mouth is known as moniliasis. ആ പേരൊന്ന് ഓർത്തേക്കണം കേട്ടോ, moniliasis. Neurotoxicity ഞാൻ പറഞ്ഞു തന്നു. Neurotoxicity symptoms like അല്ലെങ്കിൽ effects like dizziness, vertigo, and numbness or paresthesia. Luminal amoebicides. An example on iodoquinol. It is a halogenated 8-hydroxyquinolone and is an amoebicidal against Escherichia histolytica അല്ലെങ്കിൽ Entamoeba histolytica, and is effective against the luminal trophozoite and cystiforms. Escherichia ട്ടോ, Entamoeba histolytica ആണ്.
ഓർത്തേക്കണം കേട്ടോ. ഞാൻ മുമ്പും മാറി പറഞ്ഞു എന്ന് തോന്നുന്നു. എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക. So luminal, trophozoite and cyst forms. Adverse effects of iodoquinol include rash, diarrhea, and dose-related peripheral neuropathy, including a rare optic neuritis. Then next drug ആണ് പാരോമോമൈസിൻ. പാരോമോമൈസിൻ പേര് നിങ്ങൾ ഒന്നുകിൽ എഴുതി പഠിക്കുക അല്ലെങ്കിൽ പറഞ്ഞ് തന്നെ പഠിക്കണം കേട്ടോ. ഇത് ഓർത്തേക്കണം. ചിലപ്പോൾ ഈ ഒരു ഡ്രഗ് പാരോമോമൈസിൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കും. അപ്പോൾ വാട്ട് യു നോ അബൌട്ട് പാരോമോമൈസിൻ. അപ്പോൾ ഇത്തരം ഡ്രഗിന് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് അറിയുള്ളൂ. ഓക്കെ. ഇറ്റ്സ് an aminoglycoside antibiotic and is effective against the intestinal forms of Entamoeba histolytica because it is not significantly absorbed from the gastrointestinal tract. Okay. It is directly an amoebicidal and also exerts its anti-amoebic actions by reducing the population of intestinal flora. It's also an alternative agent for cryptosporidiosis, cryptosporidiosis and gardiasis. Gastrointestinal distress and diarrhea are the principal adverse effects. Okay. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇനി അടുത്ത മാസം ക്ലാസ് തുടങ്ങുമല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോട്ട്സ് എല്ലാവരും കൊണ്ടുവരണം. ഇതുവരെ നമ്മൾ എഴുതിയ നോട്ട്സ്, പ്രിപ്പയർ ചെയ്ത നോട്ട്സ് എല്ലാവരും കറക്റ്റായിട്ട് ഒന്നുകിൽ അത് നിങ്ങൾ സ്പൈറൽ ബൈൻഡിങ് ചെയ്യുക, എന്നിട്ടത് കറക്റ്റായിട്ട് ഓർഡറിൽ നിങ്ങളാക്കിയിട്ട് കൊണ്ടുവരണം. കാരണം നമുക്കതുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ക്ലാസ് ഇനി കിട്ടും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് മാക്സിമം നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നമുക്ക് റിവൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. നമുക്ക് അതിനൊക്കെ നമുക്ക് ആ സമയങ്ങൾ എടുക്കാം. പക്ഷെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ടും നമുക്കത് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും നോട്ട്സ് ഇല്ലാതെ ഇങ്ങോട്ട് വരരുത്. കമ്പൽസറി ആയിട്ട് വേണം, നോട്ട്സ് വേണം. സ്പൈറൽ ബൈൻഡിങ് ചെയ്തോളൂ. ഓക്കെ, ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. നമ്മളെ സിലബസ് ഓൾമോസ്റ്റ് ഇതൊക്കെ ചെറിയ ചെറിയ സിലബസുകളാണ്, ചെറിയ ചെറിയ പോർഷനുകളാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ലെപ്രസി മാത്രമാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തേക്കണം. താങ്ക് യു. ബൈ.